ഹായ് ഓൾ. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സിലബസ് അനുസരിച്ച് ടോപ്പിക് വൈസ് എക്സാമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇന്നത്തെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. മുൻപ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണമെന്ന് വിളംബരം ചെയ്ത മഹാറാണി ആരാണ്? റാണി ഗൗരി പാർവതിബായ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരുടെ ഭരണകാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആരാണ്? മുഹമ്മദ് ഹബീബുള്ള. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10. അടുത്ത ക്വസ്റ്റ്യൻ. ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി. ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ച രാജാവ്. തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ച രാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡച്ച് സൈന്യാധിപൻ. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡച്ച് സൈന്യാധിപൻ ആരാണ്? ഡിലനോയ്. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ ആരാണ്? അറുമുഖം പിള്ള. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആരാണ്? മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവു.